വെനീസ് നഗരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ദൈവോപയോഗമില്ലാതെ വളർന്നുവന്ന ഒരു ഭടനായിരുന്നു വിശുദ്ധ ജെറോം എമിലിയാനി. നഗരത്തിലെ ഒരു കാവൽപ്പുരയിൽ വെച്ചുണ്ടായ ചെറിയ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ ചങ്ങലയാൽ ബന്ധസ്ഥനാക്കുകയും കൽത്തുറങ്കിൽ അടക്കുകയും ചെയ്തു. കാരാഗൃഹത്തിൽ വെച്ച് വിശുദ്ധ ജെറോമിന് കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ ധാരാളം സമയം ലഭിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സാവധാനം അദ്ദേഹം പഠിച്ചു. കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വെനീസിലേക്ക് തിരികെ വരികയും തന്റെ അനന്തരവന്റെ വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. കൂടാതെ പൗരോഹിത്യ പഠനത്തിനു വേണ്ടി തന്റെ പഠനവും ആരംഭിച്ചു. പൗരോഹിത്യ പഠനം ലഭിച്ച വർഷങ്ങൾക്ക് ശേഷം സാഹചര്യങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തെ പുതിയൊരു തീരുമാനമെടുക്കുവാനും പുതിയൊരു ജീവിത രീതി സ്വീകരിക്കുവാനും പ്രേരിപ്പിച്ചു. ഇറ്റലിയുടെ വടക്ക് പ്രദേശത്തെ പ്ലേഗിന്റെയും ക്ഷാമത്തിന്റെയും പിടിയിലമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. വിശുദ്ധൻ തന്റെ സ്വന്തം ചിലവിൽ രോഗികളെ ശുശ്രൂഷിക്കുകയും ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. തന്റെ സ്വത്ത് മുഴുവൻ പാവങ്ങൾക്കായി ദാനം നൽകി. ശേഷിക്കുന്ന ജീവിതം അനാഥരായ കുട്ടികളെ സേവനത്തിനായി സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ രോഗബാധിതനായ വിശുദ്ധ ജെറോം എമിലിയാനി 1537 കർത്താവിൽ അന്ത്യനിത്യം പ്രാപിച്ചു. 1767 അദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെ ഉപേക്ഷിക്കപ്പെട്ടവരും അനാഥരുമായ കുട്ടികളുടെ ആഗോള മധ്യസ്ഥനായി നാമകരണം ചെയ്തു.